പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഈ കാണുന്നൊരു മസാല ഉണ്ടല്ലോ, ഇത് ധൈര്യമായിട്ട് വീട്ടിൽ കുറച്ച് പൊടിച്ച് വെച്ചോളൂ. ഏത് കറിക്കും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റായിട്ട് കറികളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ദേ ഒരു പാൻ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 7-8 കതിർപ്പ് കറിവേപ്പിലയാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയാണെങ്കിൽ നന്നായി ഒന്ന് കഴുകിയെടുത്തതാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ട് കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനകത്തിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 10 ഏലക്കയാണ്. ആ ഏലക്കയും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 20 കഷ്ണം അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം ഞാൻ പിളർപ്പാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 20 കഷ്ണം എടുത്തിരിക്കുന്നത്. അതല്ലെങ്കിൽ മുഴുവനെയുള്ള അണ്ടിപ്പരിപ്പാണെങ്കിൽ 10 എണ്ണം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളകും അതോടൊപ്പം ഇട്ട് ഒന്ന് ചൂടാവാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 100 ഗ്രാം അളവിൽ പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ നമ്മളൊന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ 100 ഗ്രാം അളവിലാണ് പെരിഞ്ജീരകം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 100 ഗ്രാം അളവിൽ പെരിഞ്ജീരകത്തിനുള്ള അളവുകളാണ് അണ്ടിപ്പരിപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചൂടായി വരണം. അധികം അങ്ങ് തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകുന്ന രീതിയിലാവരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായി പൊടിഞ്ഞ് കിട്ടിയും വേണം. അതേ രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഈ ഒരു അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഇതുപോലെ കൈവച്ച് ഒന്ന് ഒടിച്ച് നോക്കിയാൽ ഒടിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ ആവണം കേട്ടോ. അപ്പോൾ അത്രയും നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി കടലക്കറിയിലും മുട്ടക്കറിയിലും കിഴങ്ങ് കറി, പിന്നെ നമ്മൾ മീനൊക്കെ വറക്കുന്നതിലും ഒക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മസാലയാണ്. അപ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഇതുപോലെ നല്ലൊരു ഫൈൻ പൗഡറായിട്ടങ്ങ് പൊടിച്ചെടുക്കണം. മസാല ചൂടായി ഒന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ചൂടോടിട്ട് മിക്സിയിലിട്ട് പൊടിക്കരുത്. നന്നായി പൊടിച്ചെടുത്ത് വീണ്ടും ഒന്നുകൂടെ തണുത്തതിന് ശേഷം അത് നമുക്ക് നല്ലൊരു ചില്ലുകുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളും കേടുകൂടാതെ ഉപയോഗിക്കാം. എല്ലാ കറികളിലും ഉപയോഗിക്കാവുന്നൊരു മസാലയാണ്. കടലക്കറിയിലും മുട്ടക്കറി അങ്ങനെ മസാല ചേരുന്ന ഏതൊരു കറിയിലും നമുക്ക് ധൈര്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നൊരു പെരിഞ്ജീരക പൊടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്